അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുലാസത്തുൽ ഫിഖ്ഹ് ക്ലാസ് 174. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ഹജ്ജ്, ഉംറ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനുകൾക്കും പരിശുദ്ധ ഹറമുകളിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിയാറത്ത് ചെയ്യാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പല തവണ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിച്ചവരുണ്ട്, അതെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഹജ്ജു വൽ ഉംറത്തു. ഹജ്ജ്, ഉംറ ഇന്നതിൻ്റെ ഫളായിലുകളാണ് പറയുന്നത്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ആൽ ഇംറാനിലെ 96-ാമത്തെ ആയത്ത്. എന്താ? ഇന്ന അവ്വല ബൈത്തിൻ, നിശ്ചയം ആദ്യത്തെ വീട്, ഭവനം. എങ്ങനത്തെ ഭവനമാണ്? വുളിഅ ലിന്നാസി, അന്നാസുകൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം, ഇബാദത്തിന് വേണ്ടി. ആ ആദ്യ ഭവനം ലല്ലദീ ബിബക്കത്ത, മക്കയിലുള്ള ഒരു ഭവനമാണ്. ബക്ക, മക്കക്കുള്ള മറ്റൊരു പേരാണെന്ത്? ബക്ക. അപ്പോൾ ബക്കയിലുള്ള ആ പരിശുദ്ധമായ കഅബാലയമാണ്. അത് തന്നെ മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ടതായ, വഹുദൽ ലിൽ ആലമീൻ, ആലമിന്, ലോകത്തിന് മുഴുവനും എന്തുമാണ്? ഹിദായത്തുമാണ്, സന്മാർഗവുമാണ്. ഇത് ആ പരിശുദ്ധമായ ആ ഭവനം. അതാണ് ആദ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഭവനം, പരിശുദ്ധമായ കഅബാലയം. അൽഹംദുലില്ലാഹ്. അടുത്ത ആയത്ത്, രണ്ടാമത്തെ ആയത്ത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീലാ. അതും ആലു ഇമ്രാനിൽ തന്നെ കാണാം, 97-ാമത്തെ ആയത്ത്. വലില്ലാഹി, അള്ളാഹുവിൻ്റെ മേലിൽ നിർബന്ധമാണ്, അള്ളാഹുവിന് വേണ്ടി നിർബന്ധമാണ്, അലന്നാസ്, ജനങ്ങളുടെ മേലിൽ. എന്ത്? ഹജ്ജുൽ ബൈത്തി, അൽബൈത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ, കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ. ആര്? മനിസ്തതാഅ, മന്നൊരു വിഭാഗം. എങ്ങനത്തെ വിഭാഗമാണ്? ഇസ്തതാഅ ഇലൈഹി സബീല, ആ വിശുദ്ധമായ കഅബയിലേക്ക്, അൽബൈത്തിലേക്ക് അവർക്ക് എല്ലാ വഴിയാലും ഇസ്തിതാഅത്തുണ്ടെങ്കിൽ, എത്തിച്ചേരാൻ കഴിവുള്ള എല്ലാവർക്കും വിശുദ്ധമായ അൽബൈത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ, അള്ളാഹുവിൻ്റെ വേണ്ടി നിർവഹിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഹജ്ജിന് കഴിവ് പല രൂപത്തിലുണ്ട്. ഇസ്തിതാഅത്തിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. കഴിവ് പല രൂപത്തിലുണ്ട്, അത് വരുന്നുണ്ട് കേട്ടോ. 3 വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അൽ ബഖറയിൽ കാണാം, നിങ്ങൾ ഹജ്ജും ഉംറയും റബ്ബിന് വേണ്ടി പൂർത്തിയാക്കൂ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. അൽ ഉംറതു, ഒരു ഉംറ, ഇലൽ ഉംറതി, ഇനി അടുത്ത ഉംറ വരെ, അത് കഫാറത്തുൽ ലിമാ ബൈനഹുമാ, 2 ഉംറകൾക്കിടയിലുള്ള ദോഷങ്ങൾക്കുള്ള പ്രായച്ചിത്തമാണ്, കഫാറത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഹജ്ജുൽ മബ്റൂറു, മബ്റൂറായ ഹജ്ജ്, അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഹജ്ജ്, മബ്റൂറായ ഹജ്ജ്. ഹജ്ജ് മബ്റൂറിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ആ ഹജ്ജ് മബ്റൂർ, മബ്റൂറായ വിധത്തിലുള്ള ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ആ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമല്ല. അല്ലാഹു തആല ഹജ്ജ് നിർവഹിച്ചവരുടെ ഹജ്ജ് മബ്റൂറായ രൂപത്തിലാണെങ്കിൽ, മബ്റൂറിന് ഞാൻ പറഞ്ഞല്ലോ പല വ്യാഖ്യാനങ്ങളുണ്ട് എന്ന്. അതിൽ ഒന്നിങ്ങനെ കാണാം, ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിൽ വലിയ ഒരു മാറ്റം ഈ ഹാജിയിൽ നിന്നുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് മബ്റൂറാണെന്ന് അയാൾക്ക് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക എന്നൊരു വ്യാഖ്യാനം കാണാം. അയാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു എന്നുള്ള അതിൻ്റെ അടയാളമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് മഹത്തുക്കളൊക്കെ. ഇത്
അപ്പോൾ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലമല്ല എന്ന് റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും ബുഖാരി റളിയല്ലാഹു അൻഹും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണത്. മുത്തഫഖുൻ അലൈഹി ഹദീസാണത്. ഇനി അൽ ഹജ്ജു, ഹജ്ജ് എന്നുള്ളത് റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ റുക്നുകളിൽ നിന്ന് ഒരു റുക്നാണ്, പഞ്ചസ്തംഭങ്ങളിൽ നിന്നുള്ള ഒന്നാണേത് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. വഅഫ്ളലുൽ ഇബാദാതി ബഅദസ്സലാത്തി വസ്സിയാം, അഫ്ളലുൽ ഇബാദത്തി, ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് ഹജ്ജ്. ബഅദസ്സലാത്തി വസ്സിയാമി, ഇതിനു ശേഷം നിസ്കാരം, അതുപോലെ തന്നെ സൗമ, നോമ്പ്, ഇവകൾക്ക് ശേഷം ഇബാദത്തുകളിൽ വെച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് ഹജ്ജ് എന്നുള്ളത്. വമിന ശറാഇൽ ഖദീമത്തി, മുമ്പുള്ള ശരീഅത്തിൽ തന്നെ, മതത്തിൽ തന്നെ നിയമമാക്കപ്പെട്ടതുമായിരുന്നു ഏത് ഹജ്ജ് എന്നുള്ളത്. നമ്മുടെ റസൂലുള്ളാഹിക്ക് ശേഷം മാത്രമല്ല, അത് ഖദീമായ ശരീഅത്തിലുള്ളതാണ്. ഫമാ മിൻ നബിയിൻ, ഒരു നബിയുമില്ല, ഇല്ല ഹജ്ജ, ഹജ്ജ് നിർവഹിക്കാത്ത ഒറ്റ നബിയുമില്ല. വറുവിയ, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ആദം അലൈഹിസ്സലാമു, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, ഹജ്ജ, അവിടുന്ന് ഹജ്ജ് നിർവഹിച്ചു, 40 ഹജ്ജത്തൻ, 40 ഹജ്ജ്, മിനൽ ഹിന്ദിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, മാഷിയൻ, നടന്നവരായിട്ട് 40 ഹജ്ജ് നിർവഹിച്ചു എന്നൊരു റിവായത്തിൽ കാണാൻ കഴിയും. അന്ന ജിബ്രീല, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, ഖാല ലഹു, ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മലായികത, നിശ്ചയം മലക്കുകൾ, കാനു, അവരായിരുന്നു, യതൂഫൂന ഖബലക ബിഹാദൽ ബൈത്തി 7000 സന. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനോട് പറ, മലക്കുകൾ കാനു, അവരായിരുന്നു, യതൂഫൂന, അവർ തവാഫ് ചെയ്യുന്നവരായിരുന്നു, ഖബലക, ആദമേ, നിങ്ങൾക്ക് മുമ്പ്, ബിഹാദൽ ബൈത്തി, ഈ കഅബാലയത്തെ, 7000 സന, 7000 കൊല്ലം, ആ 7000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ തവാഫ് ചെയ്തിരുന്നു കേട്ടോ. ഇതൊക്കെ ഹജ്ജിൻ്റെ ശ്രേഷ്ഠതയാണ്. ഇനി വഹജ്ജ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഖബലൽ ഹിജ്റത്തി, അവിടുന്ന് മദീനത്തേക്ക് ഹിജറ പോകുന്നതിൻ്റെ മുമ്പ് ഹിജജൻ, നിരവധി ഹജ്ജുകൾ നിർവഹിച്ചിട്ടുണ്ട്. വബഅദഹാ, ഹിജറക്ക് ശേഷം, അത് ഹിജറക്ക് ശേഷം, ഫഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാ ഏത് മാത്രമേ ഉള്ളൂ, ഹജ്ജത്തുൽ വദാ മാത്രമാണ്, ഫഹസ്ബു, അത് മാത്രമേ ഉള്ളൂ, ഹജ്ജത്തുൽ വദാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ഹജ്ജിൻ്റെയും ഉംറയുടെയും ഷർത്തുകളൊക്കെ വഴിയെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.